ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ 11ാമത്തെ പാഠമായിട്ടുള്ള ബഹുപദങ്ങളും സമവാക്യങ്ങളും അഥവാ പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻസ് എന്ന ചാപ്റ്ററിലെ കുറച്ച് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ആണ് വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന ക്വസ്റ്റ്യൻ നിങ്ങളുടെ സ്ക്രീനിൽ ഇപ്പോൾ തെളിഞ്ഞു വന്നിട്ടുണ്ടാവും. എന്താണ്? ഒരു ക്വസ്റ്റ്യൻ അവിടെ കിടക്കുന്നുണ്ട്. ഡു ദ മൾട്ടിപ്ലിക്കേഷൻസ് ബിലോ, അതായത് ജനറൽ പ്രിൻസിപ്പിൾ ഗോട്ട് ഫ്രം ഈച്ച് സെറ്റ് ആസ് ആൻ ആൾജിബ്രൈക് ഐഡന്റിറ്റി. ഇതാണ് ഫസ്റ്റ് തന്നിട്ടുള്ള കാര്യം, അല്ലെ? അതായത് തന്നിട്ടുള്ള ഗുണനങ്ങൾ ചെയ്യുക, അതിൽ നിന്ന് കിട്ടുന്ന ജനറൽ പ്രിൻസിപ്പിൾ അഥവാ പൊതുതത്വം എന്താണെന്നുള്ളത് എന്ത് ചെയ്യണം? ഒരു ആൾജിബ്രൈക് ഐഡന്റിറ്റി ആക്കിയിട്ട് അല്ലെങ്കിൽ ഒരു ബീജഗണിത വാക്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എഴുതണം. ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റ് കിടക്കുന്ന ആളെന്ന് പറഞ്ഞാൽ എത്രയാണ്? 43 ഇൻറ്റു 47 അപ്പൊ 43 ഇൻറ്റു 47 നമ്മൾ സാധാരണ ചെയ്യുക, നേരെ അങ്ങോട്ട് ഡയറക്റ്റ് ആയിട്ട് ഗുണിച്ചിട്ട് കിട്ടുന്ന ആൻസർ എന്താണെന്നുള്ളത് നമ്മൾ എഴുതും, അല്ലെ? ഇവിടെ പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം? ഒരു ജനറൽ ഒരു ജനറൽ പ്രിൻസിപ്പിൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അതിനെന്ത് ചെയ്യണം? ഒരു ആൾജിബ്രൈക് ഐഡന്റിറ്റി ആക്കിയിട്ട് എഴുതണം, വേണ്ടേ? അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ 43 ഞാൻ ഒന്ന് മാറ്റി എഴുതാൻ പോവാണ്. ആദ്യം എന്ത് എഴുതി? 40 + 3 എന്ന് എഴുതി. ഓക്കെ, അതുപോലെ തന്നെ 47 ഞാൻ എന്ത് എഴുതി? 40 + 7 എന്ന് എഴുതി. ഓക്കെ ആണല്ലോ. ഇനി 40 + 3 ഇൻറ്റു 40 + 7 ഗുണിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഗുണിക്കുക? ആദ്യം 40ന് എത്രയും കൊണ്ട് ഗുണിക്കുക? 40 കൊണ്ട് ഗുണിക്കുക. അതിനുശേഷം 40ന് എത്രയും കൊണ്ട് ഗുണിക്കുക? 7 കൊണ്ട് ഗുണിക്കുക. ദെൻ 3നെ 40 കൊണ്ട് ഗുണിക്കുക. അതുപോലെ തന്നെ 3നെ എത്രയും കൊണ്ട് ഗുണിക്കണം? 7 കൊണ്ട് ഗുണിക്കണം. അങ്ങനെ 4 ഗുണനങ്ങൾ നമുക്ക് ഇവിടെ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ 40 ഇൻറ്റു 40 പ്ലസ് 40 ഇൻറ്റു 7 പ്ലസ് 3 ഇൻറ്റു 40 പ്ലസ് 3 ഇൻറ്റു 7 ആ 4 നമ്മൾ ചെയ്തു. ഇനി 40 ഇൻറ്റു 40 അറിയുന്ന എത്രയാണ്? 1600 ആണ്. ഈ രണ്ടെണ്ണത്തിന് നോക്കുക. ആരൊക്കെ? ഈ രണ്ടാൾക്കാരെ. ആ രണ്ടാൾക്കാരിലും 40 എന്താണ്? പൊതുവായിട്ട് കിടക്കാണ്. അപ്പൊ ആ 40ന് ഞാൻ ഔട്ട് സൈഡ് എടുത്ത് ഈ ഉള്ളില് പിന്നെ 7ഉം 3ഉം മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ, അല്ലെ? ഇതിലും 40 പോകുന്നു, ഇതൊന്നും 40 പോന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കി 7 + 3 മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, പ്ലസ് 3 ഇൻറ്റു 7 21 വരും. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി 1600 പ്ലസ് 7ഉം 3ഉം എത്രയാണ്? 1600 ആണ്. പിന്നെ 7ഉം 3ഉം കൂടി കൂട്ടി കഴിഞ്ഞാൽ എത്രയാണ്? 10 ആണ്, അല്ലെ? അപ്പൊ 10 ഇൻറ്റു 40 പറഞ്ഞാൽ എത്ര വരും? ഇവിടെ ഒരു 400 കിടക്കും, പ്ലസ് ഈ കിടക്കുന്ന 21. 1600 + 400 എന്ന് പറയുന്നത് എത്രയാണ്? 2000 ആണ്. 2000 + 21 എന്ന് പറയുന്നത് 2021 എന്ന് പറയുന്ന ഉത്തരത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എത്താനായിട്ട് പറ്റും. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ ചോദ്യം. നമുക്ക് ഇതിൽ രണ്ടാമത്തെയും കൂടി ചെയ്ത് നോക്കാം. എന്താണ് രണ്ടാമത്തെ ചോദ്യം പറയുന്നത്? 63 ഇൻറ്റു 67 ആണ്. 67 ആണ് സമം. ഇതിന് നമുക്ക് 63ന് 60 + 3 എന്ന് എഴുതാം. അതുപോലെ തന്നെ 67ന് 60 + 7 എന്ന് എഴുതാം. ഇനി നേരത്തെ ഗുണിച്ച പോലെ ഗുണിക്കുകയാണെന്നുണ്ടെങ്കിൽ 60 ഇൻറ്റു 60 പ്ലസ് പിന്നെ 60 ഇൻറ്റു 7 പ്ലസ് 3 ഇൻറ്റു 60 പ്ലസ് 3 ഇൻറ്റു 7 ആണല്ലോ. ദെൻ 60 ഇൻറ്റു 60 3600 ആണ്. പ്ലസ് ഇനി 60നെ നമ്മൾ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഉള്ളിലെ ഇറക്ക് വരും? 7 + 3 വരും. ദെൻ 3 ഇൻറ്റു 7 21. 3600 പ്ലസ് 7 3 കൂടി കൂട്ടി കഴിഞ്ഞാൽ 10 ആണ്. 10 ഇൻറ്റു 60 എന്ന് പറയുമ്പോൾ എത്ര വരും? 600 വരും, പ്ലസ് 21. 3600ഉം 600ഉം കൂടി കൂട്ടി കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എത്രയാണ്? 4200 ആണ്. 4200ഉം 21 കൂടി കൂട്ടി കഴിഞ്ഞാൽ എത്ര വരും? 4221 എന്ന് പറയുന്ന ഫൈനൽ ആൻസറിലേക്ക് നമുക്ക് എത്താം. ഓക്കെ ആണല്ലോ, ആണെന്ന് വിചാരിക്കുന്നു. ദെൻ മൂന്നാമത് ഇനി അടുത്ത കിടക്കുന്നത് 103 ഇൻറ്റു 107 ഉണ്ട്, അല്ലെ? നമുക്ക് ചെയ്ത് നോക്കാം. 103 ഇൻറ്റു 107 സമം എന്ത് വരും? 100 + 3 ആണല്ലോ. 103 എന്ന് പറയുമ്പോൾ ഇൻറ്റു 100 + 7. ഓക്കെ, 100 ഇൻറ്റു 100 പ്ലസ് 100 ഇൻറ്റു 7 പ്ലസ് 3 ഇൻറ്റു 100 പ്ലസ് 3 ഇൻറ്റു 7 ആണല്ലേ കിടക്കുന്നത്. അപ്പൊ 100 ഇൻറ്റു 100 പറയുമ്പോൾ എത്ര വരും? 10000 പ്ലസ് ഇനി 100 ഇൻറ്റു പുറത്തേക്ക് എടുത്തു, ഉള്ളിൽ പിന്നെ ആരൊക്കെ ഉണ്ടാവും? 7 3 ഉണ്ടാവും, പ്ലസ് 3 ഇൻറ്റു 7. ദെൻ ലാസ്റ്റ് 10000 പ്ലസ് 7 3 കൂടി കൂട്ടിയാൽ 10 ആണ്. 10 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ എത്ര വരും? 1000 പ്ലസ് 21.
10,000 1000 കൂടിയും കൂട്ടിക്കഴിഞ്ഞാൽ 11,000 വരും. 11,000 21 11,021 എന്ന് പറയുന്ന ഫൈനൽ ആൻസറിലേക്ക് നമുക്ക് എത്താം. ഓക്കെ, ഇതിലെല്ലാം ഒരെണ്ണം കൂടി നമുക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ആ പൊതു തത്വം എന്താണെന്നും കൂടി നമുക്കൊന്ന് എഴുതി വെക്കാം. ഓക്കെ ആണല്ലോ. അതായത് അടുത്തത് 81 × 82 ചെയ്യാം. ഓക്കെ, 81 × 82 സമം 81 80 + 1 എന്ന് എഴുതി. അതുപോലെ തന്നെ 82 80 + 2 എന്ന് എഴുതി. Then 80 × 80 + 80 × 2 + 1 × 80 + 1 × 2 ആണല്ലോ. 80 × 80 6400 പ്ലസ് 80 ഇൻറ്റു പുറത്തേക്ക് എടുത്തു, ഉള്ളില് 2ഉം 1ഉം ആണ് വരിക അല്ലെ, 2 ഇവിടെ ഉണ്ട് 1 ഇവിടെ ഉണ്ട്, പ്ലസ് 1 × 2 പറയണത് എത്രയാണ്, 2 തന്നെയാണ്. 6400 പ്ലസ് 2 ഒന്നുകൂടി കൂട്ടി കഴിഞ്ഞാൽ എത്രയാണ്, 3 ആണ്. 3 × 8 24, അപ്പൊ 240 വരും പ്ലസ് 2 ആണല്ലോ. 6400ഉം 240ഉം 6400 240 കൂടി കൂട്ടി കഴിഞ്ഞാൽ 6640 ആണ്. 6640ഉം 2ഉം കൂടി കൂട്ടി കഴിഞ്ഞാൽ 6642 എന്ന് നമുക്ക് എന്ത് ചെയ്യാം, എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ജനറൽ പ്രിൻസിപ്പിൾ അഥവാ പൊതു തത്വം എന്താണെന്നുള്ളതും കൂടി നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, നോക്കണ്ടേ. അപ്പൊ ആ പൊതു തത്വം കൂടി നമുക്ക് നോക്കി നോക്കാം. ഇവിടെ ഈ 81 82 80 + 1 80 + 2 നമ്മൾ എഴുതിയതിന് പകരം ഞാനിവിടെ 80നും 40നും 60നും പകരം x എന്ന് എഴുതി. ഓക്കെ, ഇനി x + a എന്ന് എഴുതി. ഓക്കെ, 80 + 1 x + a എന്ന് എഴുതി. ഇൻറ്റു 80 + 2 ഞാൻ എന്ത് എഴുതി, x + b എന്ന് എഴുതി. ഓക്കെ, അങ്ങനെ എഴുതാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എന്താ വരിക, x × x പ്ലസ് x × b പ്ലസ് x × a പ്ലസ് a × b ഇങ്ങനല്ലേ വരിക. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ x × x എന്ന് പറഞ്ഞാൽ എന്താണ്, x² ആണ്. ദെൻ ഇതിൽ രണ്ടിലും x പൊതുവായതുകൊണ്ട് പുറത്തേക്ക് എടുത്തു. ദെൻ b പ്ലസ് a ഉള്ളിൽ വരും അല്ലേ, ഇവിടെ b ഉണ്ട് ഇവിടെ a ഉണ്ട്, പ്ലസ് a × b എന്ന് പറയുന്നത് എന്താണ്, ab ആണ്. നമുക്ക് ഒന്നുകൂടി വൃത്തിയായിട്ട് എഴുതാണെന്നുണ്ടെങ്കിൽ x² പ്ലസ് ഇതിനെ നമുക്ക് എന്ത് എഴുതാം, a + b എന്ന് എഴുതാം, b + a അല്ലേ. ഇനി പുറത്ത് ആരും കൂടി ഉണ്ട്, x കൂടി ഉണ്ട്, പ്ലസ് ab. ഇതാണ് ഇതിന്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ x + a × x + b നെ നമുക്ക് എങ്ങനെ എഴുതാം, x² പ്ലസ് a + b × x പ്ലസ് ab എന്ന് എഴുതാം. ഇതാണ് അതിന്റെ പൊതുവായിട്ടുള്ള തത്വം. ഓക്കെ ആയിട്ടുണ്ടല്ലോ, മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു.